ജാതി അധിക്ഷേപത്തെ തുടർന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ വിദ്യാർത്ഥി ആർ.എൽ. നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ആരോപണം നേരിടുന്ന അധ്യാപകർ ഡോക്ടർ M.K. റാമും ഡോക്ടർ K.T. സംഗീത നമ്പ്യാരും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. കോളേജിൽ സമരത്തിനിറങ്ങുന്ന വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാൻ ക്യാമറമാൻ ഉൾപ്പെടെ 4 പേരെ മാനേജ്മെന്റ് നിയോഗിച്ചെന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. അഞ്ചരക്കണ്ടിയിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. ഈ മാനേജ്മെന്റ് ഇത്തിരി കടുപ്പം പിടിച്ചവരാണെന്ന് തോന്നുന്നല്ലോ. ഗുഡ് മോർണിംഗ്, പറയൂ. അങ്ങനെ തന്നെയാണ് സ്കെയിൻ. കാരണം ഈ വിദ്യാർത്ഥികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മാധ്യമങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാൻ ഭയപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ആവർത്തിച്ച് നിർബന്ധിച്ചപ്പോഴാണ് ചില വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്ന് അവിടെ അവർ അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. പ്രത്യേകിച്ച് ഈ റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് മുൻപും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ 1ാം വർഷ BDS വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഇല്ല. അവർക്ക് 16-ാം തീയതി വന്നാൽ മതി എന്നാണ് അവരോട് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റ് ഇന്റേൺസ് മറ്റു മാത്രമാണ്, 4ാം വർഷ വിദ്യാർത്ഥികൾ മാത്രമാണ് അവിടെ ഇപ്പോൾ ക്യാമ്പസിലുള്ളത്. അവരിൽ ചിലരാണ് ഇന്നലെ ഈ കോളേജിലെ ഈ സ്റ്റാഫുകളുടെ പെരുമാറ്റത്തെക്കുറിച്ച്, ചില സ്റ്റാഫുകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. പ്രത്യേകിച്ച് റാം എന്ന് പറയുന്ന അധ്യാപകൻ ഈ ശരീരഘടനയും ഒപ്പം തന്നെ നിറത്തെയും ഒക്കെ വേർതിരിച്ചു കണ്ട് കുട്ടികളെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ പതിവാണെന്നാണ് ഈ കുട്ടികൾ ആരോപിക്കുന്നത്. ഇത് ഇന്നലെ സമര പരമ്പര തന്നെയാണ് ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്നത്. രാവിലെ KSU വിട്ട് തുടങ്ങി ഏറ്റവും ഒടുവിൽ SFIയുടെ പ്രതിഷേധം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ 6-7 വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്കിടെ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ ആരെങ്കിലും സമരത്തിന് ഇറങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക ഒരു സമിതിയെ മാനേജ്മെന്റ് ഇറക്കിയിട്ടുള്ളത്. അതിൽ 4 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർ വനിതകളുമാണ്. ഒരു ക്യാമറമാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾ സമരത്തിന് ഇറങ്ങുന്നുണ്ടോ, മാനേജ്മെന്റിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആളെ ഇറക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കാരണം അവരുടെ സഹപാഠി ഒരാൾ ഇത്തരത്തിലുള്ള ഒരു വിവേചനം നേരിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അതിനെതിരെ പ്രതിഷേധിക്കാൻ പോലും അവരുടെ വിദ്യാർത്ഥികൾക്ക് അവകാശമില്ല എന്നുള്ള നിലയിലേക്കാണ് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് വിമർശനം ഉയരുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഒരു വശത്ത് തുടരുകയാണ്. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് എത്തിയ കുടുംബത്തിന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. അവരിന്ന് തിരിച്ച് കണ്ണൂരിലെത്തും. ഇനി സഹപാഠികളുടെയും അവിടുത്തെ അധ്യാപകരുടെയും പ്രിൻസിപ്പലിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഈ റാം, സംഗീത, 2 പ്രതികൾക്കെതിരെയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ അറസ്റ്റിലേക്ക് കടക്കൂ എന്നുള്ളൊരു വിവരമാണ് പോലീസ് സംഘം നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.